ഹലോ, അസ്സലാമു അലൈക്കും. എടാ, ഒരുപാട് കുട്ടികൾ നിരന്തരം മെസ്സേജ് അയച്ചു കൊടുക്കുന്ന കാര്യമാണ്, സാർ നമുക്ക് ഫേൽ മാലി മുള്ളാരി ഒന്നും മാറ്റാനൊന്നും അറിയില്ല, ഒന്നുകൂടി പറഞ്ഞു തരുമോ, അത് ക്ലിയർ ആവണില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഇപ്പോഴും എനിക്കൊരു കുട്ടി മെസ്സേജ് അയച്ചു. ഓക്കെ, അപ്പോൾ ഞാൻ എന്നാൽ അതൊന്ന് വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു. ഓക്കെ, നമുക്ക് നോക്കാം. അപ്പോൾ നമ്മൾ ഈ ഒരു ഗ്രാമർ ഭാഗത്ത് നിന്ന് നിങ്ങൾക്ക് ഒരുപാട് മാർക്കിന് ക്വസ്റ്റ്യൻസ് വരാൻ സാധ്യതയുണ്ട്. ഓക്കെ, അപ്പോൾ അതിൽ നമുക്ക് ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് ലൊമീർ എന്താണെന്ന്. ലൊമീർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറബിയിൽ ലൊമീർ എന്ന് പറഞ്ഞാൽ ഒരു പ്രവൃത്തി ചെയ്ത ആളാരാണെന്നുള്ളതാണ്. ലൊമീർ എന്ന് പറഞ്ഞാൽ പ്രവൃത്തി ചെയ്ത ആളാരാണെന്നുള്ളതാണ്. അല്ലെങ്കിൽ ഒരു കാര്യം ആ പ്രവൃത്തി ചെയ്ത അറബിയിൽ നിങ്ങൾക്ക് ഏകദേശം 14 സ്റ്റേജിൽ 14 തരത്തിൽ ഉണ്ടാവും. ഒരു പ്രവൃത്തി ചെയ്ത ആളുകൾ 14 തരത്തിലുണ്ടാവും. അതിൽ ഒന്നാണ് നമുക്ക് ഹുവ, അവൻ. ഒരു പക്ഷേ ഒരു കാര്യം ചെയ്ത് അവനായിരിക്കും ചെയ്തിട്ടുണ്ടാവുക, ഹുവ, അവൻ. ഇനിയോ രണ്ടാമത്തെ ചിലപ്പോൾ അത് അവളായിരിക്കും, ഹിയ, ചിലപ്പോൾ അവളായിരിക്കും ചെയ്തിട്ടുണ്ടാവുക. ഓക്കെ, ഇനിയോ അവർ രണ്ട് ആൺകുട്ടികൾ ഇതിന് അറബിയിൽ ഹുമ എന്നാണ് പറയാം. 2 പെൺകുട്ടികൾ, അതിനും അറബിയിൽ എന്താ പറയുക, 2 സ്ത്രീകളാണെങ്കിൽ അതിന് ഹുമ എന്നാണ് പറയാം. ഓക്കെ, അപ്പോൾ അവന്, അവൾ, അവർ 2 പേർ. ഇനി അവർ കുറേ പുരുഷന്മാർ, അതിന് അറബിയിൽ പറയാ ഹും എന്നാണ്. ഓക്കെ, അവർ കുറേ സ്ത്രീകൾ, അതിന് അറബിയിൽ പറയാ ഹുന്ന എന്നാണ്. ഇതാണ് ആദ്യത്തെ 6 വരുന്നത്. ഓക്കെ, ഇതിൽ ആർക്കെങ്കിലും മനസ്സിലാവാത്തതിന് ആ ഭാഗം ഒന്ന് റിപ്പീറ്റ് കണ്ടു നോക്കിയാൽ മതി കേട്ടോ. ഓക്കെ, ഇനി ഇതൊരു ആദ്യത്തെ 6. രണ്ടാമത്തത് വരിക നീ എന്ന് പറയും, അതിന് അനിത്താന്ന്. ഒരു പുരുഷനോട് നീ എന്ന് പറയുകയാണെങ്കിൽ അനിത്താന്ന് പറയും, നീ ചെയ്തു. ഇനി അത് സ്ത്രീ ആണെങ്കിലോ നമ്മൾ അനിത്തി എന്ന് പറയും, നീ എന്നുള്ളതിന് അനിത്തി എന്ന് പറയും, നീ ഒരു പെൺകുട്ടി ചെയ്തു. ഓക്കെ, നിങ്ങൾ 2 പേർ ആൺകുട്ടികൾ, അതിന് അറബിയിൽ പറയാ അനിത്തുമ എന്നാണ്. നിങ്ങൾ 2 പേർ, ഞങ്ങൾ 2 പേർ നിന്ന് സ്ത്രീകൾക്കും എന്തിനാണ് പറയാ, അനിത്തുമ എന്ന് തന്നെയാണ് പറയാം. ഇനി നിങ്ങൾ കുറേ പുരുഷന്മാർ ചെയ്തു, നിങ്ങൾ കുറേ ആൺകുട്ടികൾ കളിക്കുന്നപ്പോൾ അതിന് അറബിയിൽ പറയാം അൻതും എന്നാണ്. ഓക്കെ, ഇനി നിങ്ങൾ കുറേ സ്ത്രീകൾ, അതിന് അറബിയിൽ പറയാം അൻതുന്ന എന്നാണ്. ഇത് ഏതെങ്കിലും ഭാഗം ക്ലിയർ ആയില്ലെങ്കിൽ ആ ഭാഗങ്ങൾ ഒന്നുകൂടി റിപ്പീറ്റ് കണ്ടു നോക്കാം. ഓക്കെ, ഇപ്പോൾ എത്ര എണ്ണമായി? 6 12 എണ്ണമായി. ഇനി ഞാൻ ചെയ്തു, അതിന് അറബിയിൽ നമ്മൾ ഞാൻ എന്നുള്ള അറബിയിൽ അന എന്ന് പറയും. ഞങ്ങൾ ചെയ്തു, ഇതിന് സ്ത്രീലിംഗം പുല്ലിംഗം ഒന്നുമില്ല കേട്ടോ. ഞങ്ങൾ ചെയ്തു, ഇതിനെന്ത് ചെയ്യും, ഇതിന് നമ്മൾ നെഹ്നു എന്ന് പറയും. അപ്പോൾ 6 6 12 2 14. ഈ 14 ഫോർമാറ്റിലായിരിക്കും എന്ത് ചെയ്യുക, അറബിയിലുള്ള ഫെയിലുകൾ വരിക. ഓക്കെ, അപ്പോൾ ഈ 14 നമുക്ക് അർത്ഥസഹിതം പഠിക്കണം. അർത്ഥം അറിയാത്തതിൻ്റെ ക്ലാസ് കേട്ട് ഇതിന് എഴുതിയെടുത്ത് എന്ത് ചെയ്യണം, കൃത്യമായിട്ട് ഇത് പഠിച്ചിരിക്കണം. ഇനി അത് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവേണ്ടത് ഫഇലുൽ മാലിയാണ് അല്ലേ. ഫഇലുൽ മാലി. ഓക്കെ, ഫഇലു അൽ മാലി. മാലി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം പാസ്റ്റ് ടെൻസാണ്, കഴിഞ്ഞു പോയത്. ഇരുന്നു, എഴുതി, പോയി, കണ്ടു, ഇതൊക്കെ കഴിഞ്ഞു പോയതാണ്. ഇരിക്കുന്നു, നോക്കുന്നു, എഴുതുന്നു എന്നുള്ളത് നടന്നുകൊണ്ടിരിക്കണം. അപ്പോൾ പാസ്റ്റ് ടെൻസാണ് എന്ത്, മാലി. ഇനി ഇതേ 14 ഫോർമാറ്റിലാണ്, ആ ഒരു ഫോമിലാണ് എന്ത് ചെയ്യുക, ഈ മാലിയും വരിക. അതിൻ്റെ ബേസ് ഫോമാണ് നമുക്കറിയാം ഫഅല എന്നുള്ളത്. ഫഅല ചെയ്തു, കതബ, ജലസ എന്നൊക്കെയാണ് വരിക. ഓക്കെ, ഇപ്പോൾ നമ്മൾ ആദ്യം പണ്ട് പഠിച്ചത് നമ്മൾ കതബ എന്ന് പഠിച്ചത് എന്താ അർത്ഥം, എഴുതി എന്നാണ്. അപ്പോൾ എഴുതി എന്നുള്ളത് നമ്മൾ ആദ്യം മനസ്സിലാക്കിയിരുന്നത് എഴുതി എന്ന് പറഞ്ഞു. ഇപ്പം ഞങ്ങൾ മനസ്സിലാക്കണം ആ ഫഅലൻ്റെ സ്ഥാനത്താണ് ആ വാക്ക് വരിക, കതബ എന്നുള്ളത് വരിക. അപ്പോൾ അത് ഏതിൻ്റെ സ്ഥാനത്താണ്, ഹുവൻ്റെ സ്ഥാനത്ത്. അപ്പോൾ എഴുതി എന്ന് പറഞ്ഞാൽ പോരാ, അവൻ ഒരു പുരുഷൻ എഴുതിയത് പുരുഷനാണ്, പുല്ലിംഗമാണ്. എത്ര ആൾ എഴുതിക്കണം, ഒരാളാണ് എഴുതിക്കണം. ഓക്കെ, ഇനി സ്ത്രീയാണ് പ്രവൃത്തി ചെയ്യണമെങ്കിലോ നമ്മളതിന് ഫഅലത്ത് എന്ന് പറയും. ഫഅലത്ത് സ്ത്രീ ആണെങ്കിൽ ഫഅലത്ത്, കണ്ടോ. അപ്പോൾ ഒരു പുരുഷൻ ഇരുന്നു, ജലസ, സ്ത്രീ ഇരുന്നു, ജലസത്ത്, കണ്ടോ. അപ്പോൾ ആ ഒരു വ്യത്യാസം അതിലുണ്ടാവും. ഇനി 2 പേർ, നിങ്ങൾ 2 പേർ ചെയ്തു എന്നുള്ളതിന് അറബിയിൽ പറയാം ഫഅല എന്നാണ്. ഫഅല, നിങ്ങൾ 2 പേർ ചെയ്തു, ഫഅല. കതബ, കതബ, ജലസ, ജലസ. നിങ്ങൾ 2 പേർ സ്ത്രീകൾ പ്രവർത്തിച്ചത് എങ്ങനെ പറയാം, നിങ്ങളല്ല, അവർ 2 സ്ത്രീകൾ പ്രവർത്തിച്ചതാണ് ഫഅലത്ത എന്നാണ് പറയാം. ഫഅലത്ത എന്താ പറയാ, ഫഅലത്ത എന്നാണ് പറയാം. ഫഅലത്ത, ഫഅല, ഫഅല, ഫഅലത്ത്, ഫഅലത്ത എന്ന് പറയും. ഓക്കെ, ഇനിയോ അവർ കുറേ പുരുഷന്മാർ ചെയ്തു അല്ലേ, അവർ കുറേ പുരുഷന്മാർ പ്രവർത്തിച്ചു. ഫഅൽത്തും, ഫഅലൂ എന്നാണ് വരിക കേട്ടോ. നിങ്ങളും അവരൊക്കെ മാറുന്നുണ്ട്. ഫഅല, ഫഅല,
ഫഅലു ഫഅലു അവർ കുറേ പുരുഷന്മാരെന്ത് ചെയ്തു പ്രവർത്തിച്ചു. ഇപ്പോൾ ലഇബ കളിച്ചു, ലഇബു അവർ കുറേ ആൺകുട്ടികൾ കളിച്ചു, കത്തബ എഴുതി, കത്തബു അവർ കുറേ ആൺകുട്ടികൾ എഴുതി. അപ്പോൾ ഫഅല ഫഅല ഫഅലു. ഇനി ഫഅലത്ത് അവൾ പിന്നെന്ത് ചെയ്തു പ്രവർത്തിച്ചു, ജലസത്ത്. ഇനി ഫഅലത്ത ജലസത്ത അവർ രണ്ട് സ്ത്രീകളിരുന്നു. ഇനിയോ ഫഅലത്ത് ഫഅലത്ത ഫഅൽന ഫഅൽന ഉണ്ടോ, ഫഅൽന അവർ കുറേ സ്ത്രീകൾ പ്രവർത്തിച്ചു. ദഹബ്ന അവർ കുറേ സ്ത്രീകൾ പോയി, കത്തബ്ന അവർ കുറേ സ്ത്രീകൾ എഴുതി. ഇനിയോ അൻതൻ്റെ സ്ഥാനത്ത് നീ ചെയ്തു ആൺകുട്ടിയുടെ പേര്. അപ്പം എന്താണ് ഫഅൽത. ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം ഉണ്ടാ, ഇവിടെ ഫഅലത്ത് എന്നാണ്, ഇവിടെ ഫഅൽ ലാമിന് സുക്കൂനാണ്. ഫഅൽത നീ ഒരു ആൺകുട്ടി ചെയ്തു, കത്തബ്ത നീ എഴുതി, ജലസ്ത നീ ഇരുന്നു. ഇനി ഈ നീ എന്ന് പറഞ്ഞത് തന്നെ നമ്മൾ പിന്നെ ഒരു സ്ത്രീയോട് പറയുകയാണെങ്കിലോ ഫഅൽതി. ഫഅൽത്തി എന്ന് പറഞ്ഞതാണ് നീ ഒരു സ്ത്രീ പ്രവർത്തിച്ചു, കത്തബ്തി നീ ഒരു പെൺകുട്ടി എഴുതി, ജലസ്തി നീ പെൺകുട്ടി ഇരുന്നു, ഖറഅത്തി നീ ഒരു പെൺകുട്ടി വായിച്ചു. ഇനിയോ ഫഅൽത ഫഅൽതുമാ ഫഅൽതുമാ നിങ്ങൾ രണ്ട് പേർ ചെയ്തു എന്നുള്ളതിന് അറബിയിൽ പിന്നെ രണ്ടിനും ഒന്ന് തന്നെയാണ് വരിക കേട്ടോ. ഫഅൽതുമാ എന്ന് തന്നെയാണ് വരിക, കത്തബ്തുമാ ജലസ്തുമാ എന്ന് തന്നെയാണ് ആ സ്ത്രീക്കും പുരുഷനും വരിക. നമ്മൾ ആ ആശയത്തിൽ നിന്ന് അതിൻ്റെ പിന്നെ സിറ്റുവേഷനിൽ അതിൻ്റെ ആശയം മനസ്സിലാക്കാം. ഇനി ഫഅലത്ത ഫഅൽതുമാ ഫഅൽത്തും നിങ്ങൾ കുറേ പുരുഷന്മാർ പ്രവർത്തിച്ചു, ലഇബ്തും നിങ്ങൾ കുറേ പുരുഷന്മാർ കളിച്ചു, കത്തബ്തും നിങ്ങളെല്ലാവരും എഴുതി, ജലസ്തും നിങ്ങളെല്ലാ ആൺകുട്ടികളും ഇരുന്നു. ഇനി ഫഅൽത്തി ഫഅൽതുമാ ഫഅൽതുന്ന നിങ്ങൾ കുറേ സ്ത്രീകൾ പ്രവർത്തിച്ചു, ഫഅൽതുന്ന. ദഹബ്തുന്ന നിങ്ങൾ കുറേ സ്ത്രീകൾ പോയി, കത്തബ്തുന്ന നിങ്ങൾ കുറേ സ്ത്രീകൾ എഴുതി. ഓക്കെ. ഇനിയോ ഫഅൽതു ഞാൻ അല്ലേ, ഞാൻ പ്രവർത്തിച്ചു, ഫഅൽതു ഞാൻ പ്രവർത്തിച്ചു, കത്തബ്തു ഞാൻ എഴുതി, ജലസ ഇരുന്നു, ജലസ്തു ഞാൻ ഇരുന്നു. ഓക്കെ. ഇനിയോ ഫഅൽന ഫഅൽന ഞങ്ങൾ പ്രവർത്തിച്ചു, ദഹബ്ന ഞങ്ങൾ പോയി. ഇപ്പോൾ ശ്രദ്ധിക്കേണ്ടത് എന്താണ്, ദഹബ്ന എന്ന് പറഞ്ഞാൽ അവർ കുറേ സ്ത്രീകൾ പോയി എന്നാണ്. ഇവിടെ അലിഫ് ഒന്ന് കൂടാണ്ടാവും. ദഹബ്ന ഞങ്ങൾ എല്ലാവരും പോയി. ഓക്കെ. ഇവിടെ ഞങ്ങൾ നടത്തം വരും, ഇവിടെ ഉന്ന അവർ കുറേ സ്ത്രീകൾ നടത്തം വരും കേട്ടോ. ഇതാണ് ഫിഉലുൽ മാളി ആയിട്ടുള്ള 14 കാര്യങ്ങൾ. ഇതും നമുക്ക് അർത്ഥവും ഇതിൻ്റെ പൊസിഷനും പക്കാ ക്ലിയർ ആയാലാണ് നമുക്ക് SSLC എക്സാമിന് ഈ ഭാഗത്ത് നിന്ന് വരുന്ന ക്വസ്റ്റ്യൻസിന് ആൻസർ ചെയ്യാൻ പറ്റുള്ളൂ. ഇനി അടുത്തത് എന്താടാ, അടുത്തത് ഫിഉലുൽ മുളാരിയാണ്. ഫിഉലുൽ മുളാരിയാണ്. ഫിഉലുൽ മുളാരി എങ്ങനെ വരിക? ഫിഉലുൽ മുളാരി നമുക്കറിയാം, ഫഅലിൻ്റെ മുളാരി എന്താണ്, യഫ്അലു എന്നാണ്. ജലസൻ്റെതോ യജ്ലിസു, കത്തബൻ്റെതോ യക്തുബു. അപ്പോൾ നമ്മൾ നേരത്തെ യജ്ലിസു എന്ന് പറഞ്ഞാൽ നമ്മൾ പഠിച്ച് ഇരിക്കുന്നു എന്നാണ്, ഞാൻ പഠിച്ചാൽ പോരാ, അത് യഫ്അലുവിൻ്റെ സ്ഥാനത്ത് വരും. അപ്പോൾ യഫ്അലു ഏതിൻ്റെ സ്ഥാനത്താണ്, ഹുവൻ്റെ സ്ഥാനത്താണ്. അപ്പോൾ എന്താണ് യജ്ലിസു എന്ന് പറഞ്ഞാൽ അവൻ ഒരു പുരുഷൻ ഇരിക്കുന്നു എന്നാണ്. സ്ത്രീ ഇരിക്കണേനോ തജ്ലിസു എന്ന് പറയാം, വേറെ വാക്കുണ്ട്. യെസ്. അപ്പോൾ ഈ 14 ഭാഗവും നമുക്ക് കൃത്യമായിട്ട് എന്ത് ചെയ്യണം, അറിയണം. ഇനിയോ യഫ്അലു തഫ്അലു അവൾ ചെയ്യുന്നു, തജ്ലിസു അവൾ ഇരിക്കുന്നു, തെക്തുബു അവൾ എഴുതുന്നു, തെക്റു അവൾ വായിക്കുന്നു. കണ്ടോ. ഇനി രണ്ടാൾ വരുമ്പോഴോ യഫ്അലു യഫ്അലാനി യഫ്അലാനി നിങ്ങൾ 2 പേർ പ്രവർത്തിക്കുന്നു, യക്തുബാനി നിങ്ങൾ 2 പേർ എഴുതുന്നു. ആരോടാ, പുരുഷന്മാരോട് പറയാണ്. നിങ്ങളല്ല, സോറി, വീട് ആരാധ കയറി വരാം കേട്ടോ. അവർ 2 പുരുഷന്മാർ എന്ത് ചെയ്യുന്നു, എഴുതുന്നു. യഖ്റആനി അവർ 2 പുരുഷന്മാർ വായിക്കുന്നു. സ്ത്രീകളാകുമ്പോഴോ തെഖ്റആനി എന്നാവും അല്ലേ, സോറി തെഖ്റആനി. നമ്മൾ തഫാലൻ്റെ ഇവിടെ എഴുതുന്നു, തഫ്അലു തഫ്അലാനി അല്ലേ. ഈ ഫോർമാറ്റിലേക്ക് വാക്ക് മാറ്റിയാൽ മതി, തഫ്അലാനി. അപ്പോൾ ഇവിടെ നമ്മൾ 2 ഹുമയാണ് ഉണ്ടായിരുന്നത്. പക്ഷേ ഇവിടുത്തെ ഇപ്പോൾ എന്തുണ്ട്, ഫുഴലിൽ മാറ്റമുണ്ട്. യഫ്അലാനി എന്ന് പറയുമ്പോൾ എന്താണ്, 2 പുരുഷന്മാരാണ് പ്രവർത്തിക്കുന്നത്, യക്തുബാനി പോലെ. തഫ്അലാനി എന്ന് പറയുമ്പോൾ 2 സ്ത്രീകളാണ് പ്രവർത്തിക്കുന്നത്, തെക്തുബാനി എന്ന് പറഞ്ഞ പോലെ. യഫ്അലു യഫ്അലാനി യഫ്അലൂന യഫ്അലൂന. ഈ ഊന എന്നുള്ളത് എപ്പോഴും പുരുഷന്മാർക്ക് വരുള്ളൂ കേട്ടോ. യഫ്അലൂന അവർ കുറേ പുരുഷന്മാർ എന്ത് ചെയ്യുന്നു, പ്രവർത്തിക്കുന്നു. യദ്ഹബൂൻ അവരെല്ലാവരും പോകുന്നു, യക്തുബൂൻ അവരെല്ലാവരും എഴുതുന്നു. തഫ്അലു തഫ്അലാനി യഫ്അൽന ഇതാണ് ശ്രദ്ധിക്കേണ്ട ഒരു വാക്കാണ്, യഫ്അൽന. യഫ്അൽന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പലപ്പോഴും മനസ്സിലാക്കും താ എന്ന് തുടങ്ങുന്നത് സ്ത്രീലിംഗാണ്, യാ എന്ന് പറയുന്നത് പുല്ലിംഗാന്ന് മനസ്സിലാക്കും. ഇവിടെ യാ കാണുമ്പോൾ ചാടിക്കയറി എന്ത് വിചാരിക്കും, പുല്ലിംഗാന്ന് വിചാരിക്കും. പക്ഷെ ഇതിന് നോക്കേണ്ട അവസാനത്ത് ഈ നാന്ന് അവസാനിക്കേണ്ട അധികവും എന്താണ്, സ്ത്രീലിംഗത്തിനാണ്. അപ്പോൾ യഫ്അൽന രൂപം അവർ കുറേ സ്ത്രീകൾ പ്രവർത്തിക്കുന്നു, യദ്ഹബ്ന അവരെല്ലാ സ്ത്രീകളും പോകുന്നു,
യക്തുബിന അവരെല്ലാ സ്ത്രീകളും എഴുതുന്നു. ഓക്കെ. ഇനി അൻതൻ്റെ സ്ഥാനത്ത് തഫ് അലു നീ ചെയ്യുന്നു. തഫ് അലു പുരുഷനോട് പറയണം. ഇവിടെ ശ്രദ്ധിക്കേണ്ട എന്താണ്, അവൾ ചെയ്യുന്നു എന്നുള്ളതിനും നീ പുരുഷൻ ചെയ്യുന്നതിലും ഒരേ വാക്ക് തന്നെയാണ്. പക്ഷെ അത് നമ്മൾ ആശയത്തിന് സിറ്റുവേഷൻ മനസ്സിലാക്കണം. തഫ് അലു തജിലിസു നീ ഒരു ആൺകുട്ടി ഇരിക്കുന്നു. നീ ഒരു പെൺകുട്ടി ചെയ്യുന്ന എന്താ പറയുക, തഫ് അലീന എന്നാണ് പറയുക. തഫ് അലീന. തഫ് അലി പരിചയാത്തൊരു വാക്കായിരിക്കും കേട്ടോ. തഫ് അലീന. ഒരു ആൺകുട്ടി പെൺകുട്ടി ഇരിക്കുന്നുണ്ട്. പെൺകുട്ടി ചോദിക്കുകയാണ് മാതാ അയിന തജിലിസു. അങ്ങോട്ടോട് ചോദിക്കുകയാണ് നീ എവിടെ ഇരിക്കണത്. പെൺകുട്ടി ചോദിക്കുമ്പോൾ അയിന തജിലിസീന നീ എവിടെ ഇരിക്കണത്. ഒരു ആൺകുട്ടി ഇങ്ങനെ എഴുതണം മാതാ തെക്തുബു നീ എന്താണ് എഴുതുന്നത്. ഒരു പെൺകുട്ടി എഴുതാണ് മാതാ തെക്തുബീന നീ എന്താണ് എഴുതുന്നത്. കണ്ടോ. അപ്പോൾ ആ രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാം, തഫ് അലീന എന്ന് പറഞ്ഞാൽ നീ ഒരു പെൺകുട്ടി ചെയ്യുന്നു എന്നാണ് അർത്ഥം. തഫ് അലു തഫ് അലാനി. ഓക്കെ. തഫ് അലു തഫ് അലാനി. അൻതുമൻ്റെ സ്ഥാനം നിങ്ങൾ 2 പേര് ചെയ്യുന്നു എന്നുള്ളതിന് പിന്നെ സ്ത്രീലിംഗത്തിനും പുല്ലിംഗത്തിനും എന്ത് ചെയ്യണം, തഫ് അലാനി തന്നെയാണ്. ഓക്കെ, ക്ലിയർ ആയല്ലോ. സ്ത്രീലിംഗത്തിനും പുല്ലിംഗത്തിനും തഫ് അലാനി തന്നെയാണ് വരിക കേട്ടോ. അപ്പോൾ ഇവിടെ നമുക്ക് ചിലപ്പോൾ കൺഫ്യൂഷൻ വരും. എന്താണ് തഫ് അലാനി എന്ന് കേൾക്കുമ്പോൾ ഇതൊരിക്കലും പുല്ലിംഗം ആവില്ല. കാരണം അവിടെ ഫസ്റ്റിൽ താ ആണല്ലോ എന്ന് വിചാരിക്കും. അല്ല, അൻതുമ എന്ന് പറയുന്ന സ്ഥാനത്ത് വരുമ്പോൾ ഇവിടെ നിന്ന് ഫാൽ തുമ ഒരേപോലെയാണ്. അതേപോലെ തന്നെ തഫ് അലാനി ഒരേപോലെ. മാത്രമല്ല ഇവിടെ എന്തുണ്ട്, നിങ്ങൾ ഇവിടെയും തഫ് അലാനിയാണ്. ഇത് 3 തഫ് അലാനികൾ ഒരേപോലെ, പക്ഷെ 3 അർത്ഥമാണ്. സിറ്റുവേഷൻ മനസ്സിലാക്കണം. അപ്പോൾ തഫ് അലു തഫ് അലാനി തഫ് അലൂന. ഇതും ചില ആൾ തെറ്റിക്കും. തഫ് അലൂന യഫ് അലൂന മനസ്സിലാക്കിയിട്ട് ഇത് മാത്രമേ ഉള്ളൂ എന്ന് വിചാരിക്കും. പക്ഷേ തഫ് അലൂന എന്താ വരുന്നത്, നിങ്ങൾ കുറേ പുരുഷന്മാർ ചെയ്യുന്നു എന്നാണ് അർത്ഥം. ഹബൂന. ഓക്കെ. അപ്പോൾ ഞാൻ നേരത്തെ കൊണ്ട് പറഞ്ഞു ഊന എന്നുള്ളത് പുരുഷന്മാർക്ക് മാത്രമേ വരുള്ളൂ. അപ്പോൾ നമുക്ക് പുല്ലിംഗ് എന്നത് മനസ്സിലാക്കി ഒരു ഐഡിയ ഉണ്ടാവും മനസ്സിലാക്കാൻ. തഫ് അലീന തഫ് അലാനി തഫ് അൽന. തഫ് അലീന തഫ് അലാനി തഫ് അൽന തഫ് അൽന. കണ്ടില്ല നിങ്ങൾ. അപ്പോൾ ഈ എഫ് അലിനെയും തഫ് അലിനും വ്യത്യാസം എന്താണ്, യാവും താവുന്ന വ്യത്യാസമുള്ളൂ. ഇതെന്താ അർത്ഥം, നിങ്ങൾ കുറേ സ്ത്രീകൾ പ്രവർത്തിക്കുന്നതാണ്. നിങ്ങൾ തെക്തുബിന നിങ്ങൾ കുറേ സ്ത്രീകൾ എഴുതുന്നു. ഇതോ യക്തുബിന എഫ് അൽന അവർ കുറേ സ്ത്രീകൾ. അപ്പോൾ ഇത് അവർ എന്നുള്ള അർത്ഥമാണ്, നിങ്ങൾ എന്നുള്ള അർത്ഥമാണ് കേട്ടോ. ഓക്കെ. മനസ്സിലാവാത്ത ഭാഗം ഏതാണോ റിപ്പീറ്റ് ചെയ്ത് കണ്ട് ക്ലിയർ ആയി കേട്ടോ. ഇനിയോ അനൻ്റെ സ്ഥാനം ഞാൻ ചെയ്യുന്നു. അന അഫ് അലു അന അക്തുബു ഞാൻ എഴുതുന്നു. അദ്ഹബു ഞാൻ പോകുന്നു. നഹ്നു നഫ് അലു ഞങ്ങൾ പ്രവർത്തിക്കുന്നു. നക്തുബു ഞങ്ങൾ എഴുതുന്നു. നജ്ലിസ് ഞങ്ങൾ ഇരിക്കുന്നു. ഓക്കെ, ക്ലിയർ ആയാലോ. അപ്പോൾ ഇത് 3 അർത്ഥസഹിതം ക്ലിയറായിട്ട് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഏതെങ്കിലും ഇപ്പോൾ ദഹബ എന്നുള്ള വാക്കെടുത്തു, ദഹബ ദഹബ ദഹബു ചൊല്ലി നോക്കുന്നുണ്ട്. എദഹബ് എദഹബാനി ചൊല്ലി വെക്കുക. പിന്നെ ജലസ എടുത്തു, ജലസ ലസച്ച് ചൊല്ലി വെക്കുക. പിന്നെ ഇതും ചൊല്ലി വെക്കുക. അങ്ങനെ ഒരു 5-8 വാക്കുകൾ ഫ്രീ ടൈമിൽ നിന്നുങ്ങാണ്ട് വെറുതെ ഒന്നിങ്ങനെ പിന്നെ ഫ്രീ ടൈം ഇരിക്കുന്ന സമയത്തോ നടക്കുന്ന സമയത്തോ ട്രാവൽ സമയത്തോ വെറുതെ ഓരോ വാക്കെടുത്ത് ചെല്ലി നോക്കി കഴിഞ്ഞാൽ ക്ലിയർ ആവും. ഇത് 3 ക്ലിയർ ആയാൽ മാത്രമേ നിങ്ങൾക്ക് എന്ത് ചെയ്യുള്ളൂ, ഇത് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസിന് ആൻസർ ചെയ്യാൻ പറ്റുള്ളൂ. ജസ്റ്റ് ഒരു കാര്യം മാത്രം ഒന്ന് കാണിച്ചു തരാം. നിങ്ങളോട് പറയുകയാണെന്ത്, അൻതും പരീക്ഷയ്ക്ക് ചോദിക്കുക അൻതും ഡാഷ്. എന്നിട്ട് നിങ്ങളോട് പറഞ്ഞ ബ്രാക്കറ്റിൽ തന്നെന്താ വെച്ചാൽ ദഹബ എന്ന വാക്കിൻ്റെ മുലാരി കൊണ്ട് ഫില്ല് ചെയ്യാൻ വേണ്ടി പറഞ്ഞു. ദഹബ എന്ന വാക്കിൻ്റെ മുലാരി കൊണ്ട് ഫില്ല് ചെയ്യാൻ വേണ്ടി പറഞ്ഞു. അപ്പോൾ ദഹബ എന്നുള്ള വാക്കിൻ്റെ മുലാരി എന്താണ്, യദ്ഹബു. യദ്ഹബു എന്ന് എഴുതിയാൽ മതി പോരാ, ഇവിടെ അൻതും എന്നുള്ള സ്ഥാനമുള്ള. അപ്പോൾ അൻതും എന്നുള്ള സ്ഥാനത്തിൻ്റെ ഇത് വേണം. അപ്പോൾ അൻതും എന്നുള്ള സ്ഥാനം എവിടെയാണ്, ഇവിടെ വരുന്നത് അല്ലേ. ഇതിൻ്റെ മുലാരി ഏതാണ് വരുന്നത്, തഫ് അലൂനെയാണ്. അപ്പോൾ ഇവിടെ ദഹബൻ്റെ യദ്ഹബു പോയിട്ട് എന്ത് ചെയ്യണം, തഫ് അലൂന രൂപത്തിൽ തദ്ഹബൂന എന്നുള്ള എഴുതണം. ഉണ്ടോ. അപ്പോൾ ദഹബൻ്റെ മുലാരി നമ്മൾ കണ്ടെത്തി യദ്ഹബു. എന്നിട്ട് യദ്ഹബു യദ്ഹബാനി യദ്ഹബൂന തദ്ഹബു തദ്ഹബാനി യദ്ഹബിന തദ്ഹബു തദ്ഹബാനി തദ്ഹബൂന. അൻതുമിൻ്റെ സ്ഥാനത്ത് എന്ത് വരിക, തദ്ഹബൂന എന്നാണ്. അപ്പോൾ ഇവിടെ തദ്ഹബൂന എന്നുള്ളത് വെച്ച് ഫില്ല് ചെയ്യണം കേട്ടോ. അപ്പോൾ ഇങ്ങനെ പരീക്ഷയ്ക്ക് ചോദിക്കുമ്പോൾ നമുക്ക് ഈ ലൊമീറിൻ്റെ സ്ഥാനം അറിയണം, മാലിൻ്റെ സ്ഥാനം അറിയണം, മുലാരിൻ്റെ സ്ഥാനം അറിയണം. അപ്പോൾ ഇത് 3 അറിഞ്ഞാൽ ശരിക്കും ഒരു ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാൻ പറ്റുള്ളൂ. അതുകൊണ്ട് ഇത് മനസ്സിലാവാത്തവർ റിപ്പീറ്റ് ചെയ്ത് കണ്ട് എന്ത് ചെയ്യാം, ക്ലിയർ ആക്കാം. അപ്പോൾ ഓൾ ദ ബെസ്റ്റ്. അസ്സലാമു അലൈക്കും.